ഇടുക്കി മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ മാട്ടുപ്പെട്ടി ഡാമിലെ ബോട്ടിംഗ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് നിരാശയാണ്. മൺസൂൺ ദുർബലമായതോടെ ഡാമിലെ ജലനിരപ്പ് താഴ്ന്നു. കഴിഞ്ഞ 2 മാസമായി സ്പീഡ് ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സർവീസുകൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. മൂന്നാറിലെത്തുന്ന ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് മാട്ടുപ്പെട്ടി ഡാം. ഡാമിലെ ബോട്ടിംഗ് ആസ്വദിക്കാനായി ദിവസേന നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. എന്നാൽ ഇത്തവണ മൺസൂൺ മഴ കുറവായതോടെ ഡാമിലെ ജലനിരപ്പ് ഗണ്യമായി താഴ്ന്നു. ഇതോടെ കഴിഞ്ഞ 2 മാസമായി സ്പീഡ് ബോട്ടുകളും മറ്റ് മോട്ടോർ ബോട്ടുകളും സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. നിലവിൽ വളരെ പരിമിതമായ രീതിയിൽ പെഡൽ ബോട്ടുകൾ മാത്രമാണ് സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ മാട്ടുപ്പെട്ടിയിലെ പ്രധാന ആകർഷണമായ സ്പീഡ് ബോട്ടിംഗ് ഇല്ലാത്തത് സഞ്ചാരികളെ നിരാശരാക്കുകയാണ്. 2 മാസത്തോളമായി ബോട്ടിംഗ് ഇല്ലാതായിട്ട്. അത് ഈ വർഷം മൺസൂൺ വളരെ ദുർബലമായിരുന്നു. കൂടാതെ സൂപ്പർ എൽനിനോ പ്രതിഭാസം നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട്. ആ നിലയിൽ നമുക്കിവിടെ വെള്ളക്കുറവും വന്നിട്ടുണ്ട്. ബോട്ട് ഓടിക്കാൻ പറ്റാത്ത സാഹചര്യം നിലവിലുണ്ട്. സഞ്ചാരികൾക്ക് ബദൽ ചെറിയൊരു സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പെഡൽ ബോട്ട് സംവിധാനമുണ്ട്. എങ്കിലും അവർ സംതൃപ്തരല്ല. വരും ദിവസങ്ങളിൽ മഴ ശക്തമായി ഡാമിലെ ജലനിരപ്പ് ഉയർന്നാൽ മാത്രമേ സ്പീഡ് ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിയൂ. മാട്ടുപ്പെട്ടി ഡാം ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾ ബോട്ടിംഗ് ഇല്ലാതായതോടെ വളരെ നിരാശയോടെയാണ് മടങ്ങുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.